അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൂറത്തുൽ ഫത്ഹിൽ മറഞ്ഞുകിടക്കുന്ന ഒരു അത്ഭുത രഹസ്യമുണ്ട്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആ രഹസ്യത്തിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്തുൽ ഫത്ഹ് നമ്മുടെ ജീവിതത്തിൽ നാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സൂറത്താണ്. നമ്മുടെ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാൻ സൂറത്തുൽ ഫത്ഹ് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നതുകൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം ഇൻഷാ അള്ളാഹ്. ആ രഹസ്യം എന്താണ്, ഏത് ആയത്തിലാണ് ആ രഹസ്യം ഒളിഞ്ഞുകിടപ്പുള്ളത് എന്ന് നമുക്ക് പഠിക്കാം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫത്ഹ് ഓതിക്കൊണ്ട് നമ്മുടെ എന്ത് ആഗ്രഹവും നമുക്ക് പൂവണിയിക്കാൻ കഴിയും. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹിൽ ഒരു അത്ഭുത ആയത്തുണ്ട്. അറബി അക്ഷരമാലയിലെ 28 അക്ഷരവും ആ ആയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്ത് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നത് മുതൽ തുടങ്ങി വ അജ്റൻ അളീമ എന്ന് അവസാനിക്കുന്നത് വരെയുള്ള ആ ആയത്ത്. ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ജനങ്ങൾക്ക് നിസ്കാരത്തിലും ഉറക്കിന്റെ നേരത്തും ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴും ചൊല്ലാൻ ഫലപ്രദമായ ആയത്താണ് സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്ത്. ഈ ആയത്ത് ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ചോദിച്ചത് നൽകുമെന്ന് മഹാനവറുകൾ പറയുന്നത് കാണാം. അതുപോലെ ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്ത് പതിവായി ചൊല്ലുന്നവന് 2 ലോകത്തും എല്ലാ നിലയിലും ഗുണങ്ങൾ ലഭ്യമാകും. നന്മയിൽ അവനെ സഹായിക്കാൻ ധാരാളം പേർ ഉണ്ടാകും. എല്ലാ വിഷമങ്ങളിൽ നിന്നും അവനിക്ക് മോചനം ലഭിക്കും. ഇശാ മഗ്‌രിബിന് ഇടയിലോ അതല്ലെങ്കിൽ ഇശാഇന് ശേഷമോ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹ് ഒരു തവണ പാരായണം ചെയ്യുക. സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞ ഉടനെ യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, വിജയം നൽകുന്നവൻ, തുറന്നു നൽകുന്നവൻ എന്നർത്ഥം വരുന്ന യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 489 തവണ ചൊല്ലുക. ഇങ്ങനെ 21 ദിവസം തുടർച്ചയായി ചൊല്ലുക. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എന്നാൽ അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ അവനിക്ക് സാധിക്കും. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു മാഷാ അല്ലാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.